ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു അടിപൊളി കിടുക്കാച്ചി പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കണ്ടവരിൽ ഒരാൾക്ക് പോലും ഇതിൻ്റെ ഒരു നെഗറ്റീവും പറയാനില്ലായിരുന്നു. എന്നിട്ടും എന്താണെന്നറിയില്ല, ഈ ഫിലിം അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. ഒരുപക്ഷെ താരമൂല്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് ഏത് സിനിമയാണെന്നല്ലേ? രാസ്ത എന്നാണ് ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ പേര്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തത് അനീഷ് അൻവറാണ്. ഇതിൻ്റെ റൈറ്റേഴ്സ് ഷാഹുൽ ഈരാറ്റുപേട്ട ആൻഡ് ഫൈസ് മാടക്കരയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസ് ലിനു ശ്രീനിവാസാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു മോഹൻ സിത്താരയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തത് വിഷ്ണു നാരായണനാണ്. ഇതിൻ്റെ എഡിറ്റർ വന്നിട്ട് അഫ്താർ അൻവറാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഖാമിസ് അൽ റവാഹി, ഇർഷാദ് അലി, സുധീഷ്, അനഘ നാരായണൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ഈ ചിത്രം കഴിഞ്ഞ വർഷം റിലീസായ ചിത്രമാണ്. ഇതൊരു അടിപൊളി പടമാണ്. രാസ്ത എന്നാൽ പാത, വഴി എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ അമ്മയെ തേടുന്ന ഒരു മകളും അവരുടെ കൂട്ടുകാരും മണലാരണ്യത്തിൽ അകപ്പെട്ടു പോകുന്നു. അവരെ അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവർ വളരെ അപകടം നിറഞ്ഞ വഴികൾ താണ്ടുന്നു. ഇവരൊക്കെ എങ്ങനെ ഈ വഴികൾ താണ്ടുമെന്ന് ചിന്തിച്ച് പ്രേക്ഷക മനസ്സിനെ അവർക്കൊപ്പം സഞ്ചരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. മരുഭൂമിയിലെ ഭീകരതയും അവിടെ നിന്നുള്ള അതിജീവനവും ഒക്കെ എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കൂടി ചിന്തിക്കുന്ന ഒരു ചിത്രമാണ്. തിരക്കഥയും മേക്കിങ്ങും BGMഉം ക്യാമറയും എല്ലാം കൂടി ഒരു ഉത്സവം തീർത്തു. അഭിനയിച്ചവരൊക്കെ ശരിക്കും ജീവിക്കുകയായിരുന്നു. ഈ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഫിലിം അവൈലബിൾ ആയിട്ടുള്ളത് മനോരമ മാക്സിലാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ?